ഹലോ എവരിവൺ, +1 ബോട്ടണിയിലെ കിഡിലോസ്കി ചാപ്റ്റർ ആണ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ക്രെബ്സ് സൈക്കിൾ അഥവാ സിട്രിക് ആസിഡ് സൈക്കിൾ. സോ ഈ ടോപ്പിക് നമുക്ക് അടിച്ചു പൊളിച്ച് പഠിച്ചാലോ? നിങ്ങൾ റെഡിയാണോ? എങ്കിൽ ഞാനും റെഡിയാണ്. നമുക്ക് തുടങ്ങാം സിട്രിക് ആസിഡ് സൈക്കിൾ. സോ സിട്രിക് ആസിഡ് സൈക്കിൾ തുടങ്ങുന്നതിന് മുന്നേ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? റെസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ഈ ഫുഡിനകത്ത് ഗ്ലൂക്കോസ് ഉണ്ട് അല്ലെ? ഈ ഗ്ലൂക്കോസിനെ പൊട്ടിച്ച് അതിനകത്തുള്ള എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ് ആണ് ആക്ച്വലി റെസ്പിറേഷൻ അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ. സോ ഈ റെസ്പിറേഷനകത്ത് ആദ്യത്തെ പ്രോസസ് ആണ് നമ്മുടെ സ്വന്തം ഗ്ലൈക്കോളിസിസ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി പറഞ്ഞുതരാം, നോക്കിക്കോളൂ. എന്താണ് ഗ്ലൈക്കോളിസിസ്? അപ്പൊ നമ്മുടെ ഗ്ലൂക്കോസ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടല്ലേ? ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ സ്വന്തം ഗ്ലൂക്കോസ്, ഓക്കെ, ഗ്ലൂക്കോസ് എത്ര കാർബൺ കോമ്പൗണ്ടാ? ഇറ്റ് ഈസ് 6 കാർബൺ കോമ്പൗണ്ട് അല്ലെ? C6H12O6. അപ്പൊ 6 കാർബൺ കോമ്പൗണ്ട് ആണ് നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കോസിനെ പൊട്ടിച്ച് നമ്മൾ എന്താക്കി മാറ്റും? 2 പൈരൂവിക് ആസിഡ് ആക്കി മാറ്റും. സോ ആ 2 എന്നുള്ള കണക്കവിടെ കിടക്കട്ടെ. ഞാൻ ആദ്യം പൈരൂവിക് ആസിഡ് എന്ന് പറയാം. സോ പൈരൂവിക് ആസിഡ് ആക്കി മാറ്റും. പൈരൂവിക് ആസിഡ് എത്ര കാർബൺ എന്നറിയാമോ? ഇറ്റ് ഈസ് എ 3 കാർബൺ കോമ്പൗണ്ട്. ഓക്കെ, ഗ്ലൂക്കോസ് എത്ര കാർബൺ ആണ്? ഗ്ലൂക്കോസ് 6 കാർബൺ കോമ്പൗണ്ട്. പൈരൂവിക് ആസിഡോ 3 കാർബൺ കോമ്പൗണ്ട്. അപ്പോൾ എത്ര പൈരൂവിക് ആസിഡ് ഉണ്ടായി കാണും? 2 പൈരൂവിക് ആസിഡ് ഉണ്ടായി കാണും അല്ലെ? 2 പൈരൂവിക് ആസിഡ് ഉണ്ടാവണമല്ലോ, കാരണം 6 കാർബൺ അല്ലേ ഗ്ലൂക്കോസില്. അപ്പൊ അത് പൊട്ടിച്ച് 3 കാർബണിന്റെ 1 പൈരൂവിക് ആസിഡ്, മറ്റൊരു 3 കാർബൺ മറ്റൊരു പൈരൂവിക് ആസിഡ്, അങ്ങനെ 2 പൈരൂവിക് ആസിഡ് ആണ് ഉണ്ടാകുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് എന്ന് വിളിക്കുന്നത്. ഈ ഗ്ലൈക്കോളിസിസ് പ്രോസസ് അഥവാ EMP പാത്വേ എന്ന് പറയാം അല്ലെ? ഈ ഗ്ലൈക്കോളിസിസ് പ്രോസസ് നടക്കുന്നത് എവിടെയാ? ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി സൈറ്റോപ്ലാസം. അപ്പൊ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഈ പ്രോസസ് നടക്കുന്ന എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. എന്നിട്ട് ഈ പൈരൂവിക് ആസിഡിനെ നമുക്ക് ഒന്നുകിൽ എയറോബിക് റെസ്പിറേഷനിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അനേറോബിക് റെസ്പിറേഷനിലേക്ക് കൊണ്ടുപോകാം. എയറോബിക് റെസ്പിറേഷനിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എങ്കിൽ അതാണ് നമ്മുടെ ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്ന സാധനം. അനേറോബിക് സൈക്കിളിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ, അനേറോബിക് റെസ്പിറേഷനിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ അല്ലെങ്കിൽ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കുന്നത് മസിൽ സെല്ലുകളിലാണ് നടക്കുന്നത്. ആൽക്കഹോൾ ഫെർമെന്റേഷൻ നടക്കുന്നത് ഈസ്റ്റ് സെല്ലുകളിലും ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോ എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ ക്രെബ്സ് സൈക്കിളിലേക്ക് കൊണ്ടുപോകും. അനേറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാ? നമ്മുടെ മസിൽസിലൊക്കെ നടക്കുന്ന ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ, അവിടെ ലാക്റ്റിക് ആസിഡ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്, പ്ലസ് എനർജി. രണ്ടാമത്തത് ആൽക്കഹോൾ ഫെർമെന്റേഷൻ, നമ്മുടെ ഈസ്റ്റ് ഒക്കെ ഇട്ട് പുളിപ്പിക്കില്ലേ, ബിയറും വൈനൊക്കെ ഉണ്ടാക്കുന്ന അവിടെ തന്നെ ഈസ്റ്റ്. സോ ഈസ്റ്റിലേക്ക് ഇടുമ്പോൾ അവിടെ എഥനോൾ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എനർജി ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഈ ബിയറും വൈൻ്റെ ഒക്കെ ബോട്ടിൽ പൊട്ടിക്കും അതിൽ നിന്ന് ഇങ്ങനെ ഗ്യാസ് വരുന്നത് നിങ്ങൾക്ക് കാണാം. അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും പ്ലസ് എനർജിയുമാണ് ആൽക്കഹോൾ ഫെർമെന്റേഷൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ നമ്മുടെ ടോപ്പിക്. നമ്മുടെ ടോപ്പിക് എവിടെയാ? എയറോബിക് റെസ്പിറേഷന്റെ ഭാഗമായിട്ടുള്ള ക്രെബ്സ് സൈക്കിൾ ആണ്. ഇത് എവിടെയാ നടക്കുന്നതെന്ന് അറിയാമോ? ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. സോ മൈറ്റോകോൺട്രിയ, ദ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയയിലാണ് ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത്. അപ്പോ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെ? അത് സൈറ്റോപ്ലാസത്തില്. അതിൽ നിന്ന് എന്താ കിട്ടുന്നത്? പൈരൂവിക് ആസിഡ്. അതിനെ നമ്മൾ നേരെ പൊക്കിയെടുത്തോണ്ട് എങ്ങോട്ട് കൊണ്ടുപോകും? മൈറ്റോകോൺട്രിയയില്. മൈറ്റോകോൺട്രിയയിൽ എന്താ പ്രോസസ്? ക്രെബ്സ് സൈക്കിൾ. ഈ ക്രെബ്സ് സൈക്കിൾ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ആർ യു റെഡി? റെഡിയാണോ മക്കളെ? തുടങ്ങാം നമുക്കെങ്കിൽ. എന്താണ് ക്രെബ്സ് സൈക്കിൾ? ക്രെബ്സ് സൈക്കിൾ നടക്കണമെങ്കിൽ ആദ്യം അതിനകത്ത് വേണ്ടത് ആ പൈരൂവിക് ആസിഡ് ആണ്, നമ്മുടെ കോമ്പൗണ്ട് അല്ലെ? അവിടെ നമുക്ക് പരിപാടി തുടങ്ങാം. സോ വി ഹാവ് പൈരൂവിക് ആസിഡ്. ഓക്കെ, ഈ പൈരൂവിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ആണല്ലോ, 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ പൈരൂവിക് ആസിഡിനെ ഇതിലേക്ക് നമ്മൾ കോ എൻസൈം എ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കൂടി ആഡ് ചെയ്യും. ഓക്കെ, എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്? കോ എൻസൈം എ. ഈ കോ എൻസൈം എ എന്ന് പറയുന്ന കോമ്പൗണ്ട് കൂടി നമ്മൾ ഏതിലേക്ക് ആഡ് ചെയ്യും? ഈ പറയുന്ന പൈരൂവിക് ആസിഡിലേക്ക്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അത് അസറ്റൈൽ കോ എൻസൈം എ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് മാറും. ഓക്കെ, സോ പൈരൂവിക് ആസിഡിലേക്ക് വിച്ച് ഇസ് എ 3 കാർബൺ കോമ്പൗണ്ട്, അതിലേക്ക് കോ എൻസൈം എ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറി? അസറ്റൈൽ കോ എൻസൈം എ ആയിട്ട് മാറി. അസറ്റൈൽ കോ എൻസൈം എ ആയിട്ട് മാറി. ഈ അസറ്റൈൽ കോ എൻസൈം എ എത്ര കാർബൺ കോമ്പൗണ്ട് ഉള്ളതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇറ്റ് ഈസ് എ 2 കാർബൺ കോമ്പൗണ്ട്. ഇറ്റ് ഈസ് എ 2 കാർബൺ കോമ്പൗണ്ട്. അല്ല, കാർബണിന്റെ കണക്കിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നില്ലേ? മറ്റേ 3 കാർബൺ അല്ലേ, ഇത് 2 കാർബൺ അല്ലേ? അപ്പൊ 1 കാർബൺ എങ്ക പോച്ച് അല്ലെ? സോ 1 കാർബൺ എവിടെ പോയി? ആ 1 കാർബൺ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിലീസ്ഡ് ആയി.
കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിലീസ്ഡ് ആയി. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് പോയപ്പോ ഒരു കാർബൺ പോയി, മിച്ചമുള്ളത് 2 കാർബൺ. സോ ഇറ്റ് ഇസ് എ 2 കാർബൺ കോമ്പൗണ്ട്. ഓഫ് കോഴ്സ് അവിടെ എനർജി പ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. സോ അവിടെ NAD പ്ലസിനെ NADH+ ആയിട്ട് മാറ്റുന്നു. സോ അങ്ങനെ അവിടെ എനർജി പ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. ഓക്കെ, NAD പ്ലസിനെ NADH+H+ ആയിട്ട് മാറി എനർജിയും പ്രൊഡ്യൂസിന് മാറി. ഇപ്പോഴും ഓർത്തിരിക്കുക, ഒരു NADH എന്ന് പറയുന്നത് 3 ATPക്ക് തുല്യമാണ്. സോ ഇങ്ങനെയാണ് അസറ്റൈൽ കോഎൻസൈം A ഉണ്ടാകുന്നത്. ഈ അസറ്റൈൽ കോഎൻസൈം A ആണ് നമ്മുടെ ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്ന ആള്. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പിനെ നമ്മൾ ഗേറ്റ് വേ റിയാക്ഷൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പൊ പഠിക്കണമെന്നില്ല, പഠിക്കാനുമില്ല. അപ്പൊ അസറ്റൈൽ കോഎൻസൈം A റെഡി ആയല്ലോ. ഇനി നമുക്ക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാം. സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. ഓക്സാലോ അസറ്റിക് ആസിഡ്, അത് നമ്മൾ ഷോർട്ട് ആയിട്ട് OAA എന്ന് എഴുതുന്നു. ഓക്സാലോ അസറ്റിക് ആസിഡ്. ഈ ഓക്സാലോ അസറ്റിക് ആസിഡ് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്കെ, 4 കാർബൺ കോമ്പൗണ്ട് ആണ്. ആ 4 കാർബൺ കോമ്പൗണ്ടും അസറ്റൈൽ കോഎൻസൈം എയും കൂടി ജോയിൻ ചെയ്തിട്ട് ഇറ്റ് മേക്സ് ഫസ്റ്റ് കോമ്പൗണ്ട് കോൾഡ് സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് എന്ന് പറയുന്ന നമ്മൾ നാരങ്ങയിലേക്കുള്ള സിട്രിക് ആസിഡ്, അത് തന്നെ ആ പുളിപ്പുള്ള ആസിഡ് അതായിട്ട് മാറും. വിച്ച് ഈസ് എ 6 കാർബൺ കോമ്പൗണ്ട്. അതൊരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. അത് സ്വാഭാവികം, കാരണം നമുക്കറിയാം 4ഉം 2ഉം കൂടി ചേർന്നാൽ ടോട്ടൽ 6. സോ അങ്ങനെ 4 2ഉം ചേർന്ന് 6 കാർബണിന്റെ ഒരു കോമ്പൗണ്ട് സിട്രിക് ആസിഡ് ആയിട്ട് മാറും. ഈ സിട്രിക് ആസിഡ് പിന്നീട് ഐസോസിട്രിക് ആസിഡ് ആയിട്ട് മാറും. ഐസോസിട്രിക് ആസിഡ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നും, അയ്യോ നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ളതിൽ ഐസോസിട്രിക് ആസിഡ് ഇല്ലല്ലോ, സിട്രിക് ആസിഡ് കഴിഞ്ഞാൽ മറ്റൊരു കോമ്പൗണ്ടിലേക്കല്ലേ പോകുന്നത്, പിന്നെ ഇത് എവിടുന്ന ഈ ഐസോസിട്രിക് ആസിഡ് കയറി വന്നത്? അത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് എഴുതിയിരിക്കുന്ന സെന്റൻസ് വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, സിട്രിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു ഐസോസിട്രേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് എവിടെ എഴുതിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ സൈക്കിളിലും കൂടി എഴുതി കാണിച്ചത്. അപ്പൊ സിട്രിക് ആസിഡ് എന്തായിട്ട് മാറുന്നു? ഐസോസിട്രിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഈ ഐസോസിട്രിക് ആസിഡ് അതിനുശേഷം ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറുന്നു. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറുന്നു. മക്കളെ, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എത്ര കാർബൺ എന്നറിയാമോ? 5 കാർബൺ കോമ്പൗണ്ട്. അയ്യടാ, വീണ്ടും ഒരു കാർബണിനെ കാണാനില്ല. എങ്ക പോച്ച്? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആയി പോയി. സോ ഇവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്താൽ കൂടെ എനർജി പ്രൊഡക്ഷൻ ഉണ്ടാകും. സോ എനർജി പ്രൊഡക്ഷൻ അവിടെയും നടക്കുന്നുണ്ട്. സോ വി വിൽ പ്രൊഡ്യൂസ് NAD പ്ലസിനെ അവിടെ വീണ്ടും നമ്മൾ എന്തായിട്ട് മാറ്റും? NAD പ്ലസിനെ നമ്മൾ വീണ്ടും NADH+H+ ആക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, NAD പ്ലസിനെ NADH+H+ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ചിലർക്ക് ഒരു ഡൗട്ട് വരും, NADPH2 എന്ന് എഴുതണമെന്നുള്ളത്. ഞാൻ കോഡ് പറഞ്ഞുതരാം. ഫോട്ടോസിന്തസിസിലാണ് NADPH വരുന്നത്. P ഫോർ ഫോട്ടോസിന്തസിസ്. ഓക്കെ, അപ്പൊ റെസ്പിറേഷനിൽ NADH എന്നാണ് എഴുതുന്നത്. ഓക്കെ, ഫോട്ടോസിന്തസിലാണ് NADPH എന്ന് എഴുതുന്നത്, ഇവിടെ NADH എന്ന് എഴുതുള്ളൂ. ഇനി മറക്കില്ലല്ലോ, ഫോട്ടോസിന്തസിലും P ഉണ്ട്, NADPയിലും P ഉണ്ട്. അപ്പൊ P വരുന്നത് ഫോട്ടോസിന്തസിൽ. ഓക്കെ അല്ലേ? ഇനി കൺഫ്യൂഷൻ വരരുത് കേട്ടോ. സോ അങ്ങനെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഉണ്ടായി. ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൽ നിന്നും അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് സക്സീനിക് ആസിഡ്. സക്സീനിക് ആസിഡ്. ഓക്കെ, സക്സീനിക് ആസിഡ്. ആക്ച്വലി ഇതിനിടയ്ക്ക് ഒരു ഫ്യൂമറിക് ആസിഡ് ഉണ്ട്, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാനില്ല, അതുകൊണ്ട് ഞാനത് എഴുതുന്നുമില്ല. ഇറ്റ് ഈസ് സക്സീനിക് ആസിഡ്. നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. സക്സീനിക് ആസിഡ് എത്ര കാർബൺ കോമ്പൗണ്ട് എന്ന് അറിയാമോ? വീണ്ടും ഒരു 4 കാർബൺ കോമ്പൗണ്ട്. ഓക്കെ, ഒരു കാർബൺ എങ്കപ്പോച്ച്. യെസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആയി പോയി അല്ലെ? സോ ഇതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തു. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്ത് അവിടെ ഒരു കാർബണും കൂടി കുറഞ്ഞു. അങ്ങനെയാണ് 5 കാർബൺ 4 കാർബൺ ആയിട്ട് മാറുന്നത്. ഇതിനോടൊപ്പം തന്നെ എനർജി പ്രൊഡക്ഷൻ ഇല്ലാതെ പരിപാടി നടക്കുമോ? ഇതൊരു കലാശക്കൊട്ട് കൂടിയാണ്. കാരണം 5 കാർബൺ 4 കാർബൺ ആയി, ഇനി കാർബണിന്റെ എണ്ണം കുറയില്ല. സോ ഏറ്റവും ലാസ്റ്റ് കാർബണിന്റെ എണ്ണം കുറയുന്നത് ഇവിടെ വെച്ചാ. അപ്പൊ കലാശക്കൊട്ട് ആയതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി എനർജിയും ഇവിടെ വെച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ വെച്ചിട്ടാണ് വീണ്ടും NADH+H+ ആയിട്ട് മാറുന്നു. അതുപോലെ GDP എന്ന് പറയുന്ന കോമ്പൗണ്ട് GTP ആയിട്ട് മാറുന്നു. ADP പോലെ ATP പോലെയുള്ള ഒരു കോമ്പൗണ്ട് ആണ് GDP. അപ്പൊ GDP എന്തായിട്ട് മാറുന്നു? GTP ആയിട്ട് മാറുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? സക്സീനിക് ആസിഡ് കിട്ടി. ഈ സക്സീനിക് ആസിഡ് അടുത്ത് മറ്റൊരു ആസിഡ് ആയിട്ട് മാറും, വിച്ച് ഈസ് മാലിക് ആസിഡ്. ഓക്കെ, മാലിക് ആസിഡ്. ഈ മാലിക് ആസിഡും ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ മാലിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എനർജി പ്രൊഡക്ഷൻ ഉണ്ട്. ഇനി അങ്ങോട്ട് എല്ലായിടും എനർജി പ്രൊഡക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു FADH2 ആയിട്ട് മാറും. FADH2.
ഓക്കെ. സോ ഒരു FAD+ നമ്മൾ എന്താക്കി മാറ്റി, FADH2 ആക്കി മാറ്റി. FAD+ FADH2 ആക്കി മാറ്റി. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത് ആരുടെ പുതിയൊരാള് FADH2 ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. FADH2 എന്ന് പറയുന്നത് 2 ATPക്ക് തുല്യമാണ്. NADH എന്ന് പറയുന്നത് 3 ATPക്ക് തുല്യമാണെങ്കിൽ FADH2 2 ATPക്ക് തുല്യം. GTP ATP ഒക്കെ ATP പോലെ തന്നെ ഒരു ATP ആണ്, അത്രേ ഉള്ളൂ. GTP എന്ന് പറഞ്ഞാൽ ATP എന്ന് പറഞ്ഞാൽ ഒരുപോലെ തന്നെ. അങ്ങനെ നമുക്ക് മാലിക് ആസിഡ് കിട്ടി. ഈ മാലിക് ആസിഡിനെ വീണ്ടും നമ്മൾ ഓക്സാലോ അസറ്റിക് ആസിഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഓക്സാലോ അസറ്റിക് ആസിഡ് വീണ്ടും റീക്രിയേറ്റ് ചെയ്തു അല്ലെ, റീജനറേറ്റ് ചെയ്തു നമ്മൾ. അപ്പോഴും എനർജി പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ NAD+നെ NADH+H+ ആക്കി മാറ്റുന്നു. അപ്പൊ വീണ്ടും എനർജി പ്രൊഡക്ഷൻ അവിടെ ഉണ്ടായി. അടിപൊളി അല്ലെ. സോ ഇതാണ് നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിൾ അഥവാ ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഈ സിട്രിക് ആസിഡ് സൈക്കിൾ അഥവാ ക്രെബ്സ് സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയറോബിക് റെസ്പിറേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചേ പറ്റൂ, പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഇവിടുത്തെ എനർജി പ്രൊഡക്ഷൻ എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ? തുടങ്ങാം നമുക്ക്. ആദ്യം എന്താ ഈ ഗേറ്റ് വേ റിയാക്ഷൻ അല്ലെ, ഈ ഫസ്റ്റ് അസറ്റൈൽ കോഎൻസൈം A ആകുന്ന ആ ഫസ്റ്റ് സ്റ്റെപ്പ്, അവിടെ എത്ര ATP ഉണ്ടായി? അവിടെ ഒരു NADH+H+ ആ ഉണ്ടായത്. അത് ഏതിന് തുല്യമാണ്? 3 ATPക്ക് തുല്യമാണ് അല്ലെ. സോ 3 ATP. ഇനി സൈക്കിൾ മൊത്തം ഒന്ന് നമുക്ക് നോക്കിയാലോ? സൈക്കിൾ മൊത്തം നോക്കുമ്പോൾ ദാ ഇവിടെ ഒരു NADH+, അപ്പൊ 3 ATP. അടുത്ത ഒരു NADH+, അപ്പൊ 3 ATP. അപ്പൊ 3 3 6 ATP. ഒരു GTP, അത് ATPക്ക് തുല്യം തന്നെ, അപ്പൊ 7 ATP. ഒരു FADH2, അത് 2 ATPക്ക് തുല്യം, അപ്പൊ 9 ATP. അടുത്ത NADH+, അപ്പൊ 9 3 12 ATP അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 12 ATP കിട്ടി. 12 ATP. ഓക്കെ. സോ ഈ 12 ATP ഒരു ഫുൾ സൈക്കിളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ സൈക്കിളിൽ നിന്നും 12 ATP, ആ ഗേറ്റ് വേയിൽ നിന്നും 3 ATP, അപ്പൊ ടോട്ടൽ 15 ATP. സോ 15 ATP ആണ് ഒരു പൈരുവിക് ആസിഡിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. മറക്കരുത്, ഒരു പൈരുവിക് ആസിഡിൽ നിന്നും 15 ATP ആണ് എയറോബിക് റെസ്പിറേഷൻ വഴി നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരു ഡൗട്ട്, ഒരു പൈരുവിക് ആസിഡ് അല്ലല്ലോ, ഒരു ഗ്ലൂക്കോസിൽ നിന്നും 2 പൈരുവിക് ആസിഡ് കിട്ടില്ലേ? അപ്പൊ ഒരു ഗ്ലൂക്കോസിൽ നിന്നാണ് നമ്മൾ ഇത് എടുക്കുന്നതെങ്കിൽ, ഗ്ലൂക്കോസിന്റെ കണക്കാണ് നമ്മൾ ഇത് എടുക്കുന്നതെങ്കിൽ, ഒരു ഗ്ലൂക്കോസിൽ നിന്ന് 2 പൈരുവിക് ആസിഡ് കിട്ടും. അപ്പൊ 2 പൈരുവിക് ആസിഡ് നമുക്ക് എത്ര എനർജി തരും? ഒരു പൈരുവിക് ആസിഡ് 15 തരുമെങ്കിൽ 2 പൈരുവിക് ആസിഡ് നമുക്ക് 30 ATP തരില്ലേ? അപ്പൊ 30 ATP എത്ര കിട്ടും? 30 ATP. അല്ല, ഇതിന് മുന്നേ വേറൊരു പ്രോസസ് ഉണ്ടായിരുന്നു, ഗ്ലൈക്കോളിസിസ്. അത് ചുമ്മാതല്ലല്ലോ നടത്തിയത്, അതിലും എനർജി പ്രൊഡക്ഷൻ ഇല്ലേ? അപ്പൊ ഗ്ലൈക്കോളിസിസ് വഴി എത്ര എനർജി കിട്ടുമെന്ന് അറിയാമോ? ഗ്ലൈക്കോളിസിസ് വഴി 8 ATP. ഓക്കെ. സോ ഗ്ലൈക്കോളിസിസ് വഴി എത്ര ATP കിട്ടും? 8 ATP. അപ്പൊ നമുക്കൊന്ന് വൃത്തിക്കൊന്ന് എഴുതിയാലോ നമുക്കിത്. അപ്പോ നമുക്ക് ഇങ്ങനെ എഴുതാം, ഗ്ലൈക്കോളിസിസ് വഴി നമുക്ക് എത്ര കിട്ടുന്നു? 8 ATP കിട്ടുന്നു. അത് ഒരു ഗ്ലൂക്കോസിൽ നിന്നുള്ള കണക്കാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഒരു ഗ്ലൂക്കോസിൽ നിന്ന് നോക്കിയാൽ ഒരു ഗ്ലൈക്കോളിസിസ് വഴി 8 ATP കിട്ടുന്നു. അതുപോലെ ക്രെബ്സ് സൈക്കിളും ഗേറ്റ് വേ റിയാക്ഷൻ കൂടി ചേർത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് എയറോബിക് റെസ്പിറേഷൻ എടുത്തു കഴിഞ്ഞാൽ 30 ATP കിട്ടുന്നു. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ATP? ടോട്ടൽ എന്ന് പറയുന്നത് 30 + 8, ദാറ്റ് ഈസ് 38. സോ 38 ATP ആണ് ഒരു ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു എയറോബിക് റെസ്പിറേഷൻ വഴി ഗ്ലൂക്കോസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. പൈറുവിക് ആസിഡിൽ നിന്നല്ല, ഗ്ലൂക്കോസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഒരു ഗ്ലൂക്കോസ് നമ്മൾ കഴിച്ച് ദഹിപ്പിച്ച് ആ എയറോബിക് റെസ്പിറേഷൻ ഒക്കെ നടത്തി കഴിയുമ്പോൾ 38 ATP നമുക്ക് കിട്ടും. ഇതാണ് ആ കണക്ക്. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ നമുക്ക് സൈക്കിൾ ഒന്നുകൂടി ഒന്ന് വേഗം പഠിച്ചാലോ നമുക്ക്. സൈക്കിളിൽ എങ്ങനെയാ? പൈറുവിക് ആസിഡിനെ കോഎൻസൈം A ചേർത്ത് അസറ്റൈൽ കോഎൻസൈം A ആക്കി മാറ്റുന്നു. ഇവനാണ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നത് അല്ലെ. ആദ്യത്തെ കോമ്പൗണ്ട് ഓക്സാലോ അസറ്റിക് ആസിഡ്. ഓക്സാലോ അസറ്റിക് ആസിഡിൽ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. അതിനെ എന്താക്കി മാറ്റി നമ്മൾ? സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് അടുത്ത് എന്താക്കി മാറ്റി? ഐസോസിട്രിക് ആസിഡ് ഓർ ഐസോസിട്രേറ്റ്. അതിനെ നമ്മൾ എന്താക്കി മാറ്റി? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ചെയ്തു, NADHും റിലീസ് ചെയ്തു. അത് കഴിഞ്ഞ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്താക്കി മാറ്റി? സക്സീനിക് ആസിഡ്. സക്സീനിക് ആസിഡ് അടുത്ത് നമ്മൾ എന്താക്കി മാറ്റി? മാലിക് ആസിഡ്. അത് കഴിഞ്ഞ് മാലിക് ആസിഡ് വീണ്ടും ഓക്സാലോ അസറ്റിക് ആസിഡ്. നിങ്ങൾക്ക് തിരിഞ്ഞു പോകും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു കോഡ് പറഞ്ഞു തരാം. ഇത് എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റും. ഇതാ നോക്കിക്കോളൂ. ആദ്യത്തെ ആളാരാ? ഓക്സാലോ അസറ്റിക് ആസിഡ്. ഓക്സ് എന്ന് വെച്ചാൽ കാള. നിങ്ങളൊരു കാളയോട്ട മത്സരം ഒന്ന് സങ്കല്പിക്കുക. ഓക്കെ, കാളക്കുട്ടന്മാർ ഇങ്ങനെ ഓടാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്.
അപ്പൊ യോമാരടുത്ത് ഓടാൻ പറഞ്ഞിട്ട് നമ്മളെ കാള ഓടുന്നേ ഇല്ല. എത്ര പറഞ്ഞിട്ട് നമ്മളെ കാള ഓടുന്നേ ഇല്ല. അപ്പൊ നമ്മൾ എന്തിനും പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാരങ്ങ വെള്ളം സിട്രിക് ആസിഡ് വാങ്ങിച്ചു കൊടുത്തു. ഓക്കെ, സിട്രിക് ആസിഡ് കുടിക്കുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല, കുടിക്കുന്നേ ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിന് തണുപ്പില്ലാത്തതുകൊണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഐസൊക്കെ ഇട്ടിട്ട് കൊടുത്തു. അപ്പൊ ഐസോ സിട്രിക് ആസിഡ്, അതാണ് ഐസോസിട്രിക് ആസിഡ്. അപ്പൊ നമ്മൾ ഐസ് ഇട്ടിട്ട് സിട്രിക് ആസിഡ് കൊടുത്തു. എന്നിട്ട് ഓടുന്നില്ല, കുടിച്ചിട്ട് ഇങ്ങനെ മിണ്ടാ നിൽക്കുകയാണ്. ഓടാൻ പറഞ്ഞിട്ട് ഓടുന്നില്ല. ഇനി അറ്റ കൈ പ്രയോഗം, ഒറ്റ വഴിയേ ഉള്ളൂ, ചാട്ടവാറോ ഒറ്റ അടി. അതാണ് ഇതാ കിടക്കുന്ന ആൽഫ. കണ്ടോ, ചാട്ടവാറ് പോലെയല്ലേ ഇരിക്കുന്നത്. സോ ഒറ്റ അടി അടിച്ചു. അതാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. അപ്പൊ കുടുങ്ങി നമ്മളെ കാള ഓടി അല്ലെ, ഓടി സക്സസ്, ജയിച്ചു. അതാണ് സക്സീനിക് ആസിഡ് എന്ന് പറയുന്നത്. അങ്ങനെ ജയിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മാലയിട്ട് സ്വീകരിക്കും. അതാണ് നമ്മുടെ മാലിക് ആസിഡ്. ഓർത്തിരിക്കുക എളുപ്പമല്ലേ. സോ ഇങ്ങനെ ആ കോഡ് വെച്ചിട്ട് ഈ ഫുള്ളും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇനി ഇതിന്റെ ഒരു ബ്യൂട്ടി കൂടി ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എങ്ങനെയാണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയത്? ഫോട്ടോസിന്തസിസ് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് എത്ര എണ്ണമാണ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 6 കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. ആ 6 കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ഗ്ലൂക്കോസ് നിർമ്മിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പൈരുവിക് ആസിഡിൽ 3 കാർബൺ അല്ലേ ഉള്ളത്. ആ 3 കാർബണിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം അതിനെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫസ്റ്റ് ആദ്യം റിലീസ് ചെയ്തു. ദെൻ എഗെയിൻ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തു. എന്ന് വെച്ചാൽ പൈരുവിക് ആസിഡിനകത്തുള്ള 3 കാർബണിനെയും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡായി തന്നെ പുറത്തേക്ക് കളഞ്ഞു. ഇതൊരു പൈരുവിക് ആസിഡിൽ നടക്കുന്നുവെങ്കിൽ പൈരുവിക് ആസിഡ് 2 എണ്ണം ഉണ്ടാകുമല്ലോ ഒരു ഗ്ലൂക്കോസിൽ നിന്ന്. അപ്പൊ 2 പൈരുവിക് ആസിഡും ഇത് തന്നെയല്ലേ സംഭവിക്കുക. എന്ന് വെച്ചാൽ ഗ്ലൂക്കോസിനകത്തുള്ള 6 കാർബണും നമ്മൾ 6 കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് കളയുന്നു. അതായത് ഫോട്ടോസിന്തസിസിന് വേണ്ടി എടുത്ത ആ 6 കാർബണിനെ നമ്മൾ പ്രകൃതിക്ക് തന്നെ തിരിച്ചു നൽകുകയാണ്. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് ആലോചിച്ച് നോക്കൂ. ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് പഠിക്കുമ്പോഴാണ് പ്രകൃതിയിൽ നടക്കുന്ന മായാജാലങ്ങൾ, ആ ഒരു ബയോളജിക്കൽ ഫിനോമിനയൊക്കെ എത്ര സുന്ദരമാണ് നമുക്ക് മനസ്സിലാകുന്നത്. 6 കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, അതിനെ നമ്മൾ അതുപോലെ തിരിച്ചു നൽകി. ആകെ അവിടെ സംഭവിച്ചത് എന്താ, സൺലൈറ്റിൽ നിന്നും ട്രാപ്പ് ചെയ്ത ആ എനർജി അത് 38 ATP ആയി നമ്മൾ ശരീരത്തിലേക്ക് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെയും വെള്ളത്തിനെയും ഒക്കെ നമ്മൾ തിരിച്ചു തന്നെ ഭൂമിക്ക് നൽകുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും. സോ ഇത് ടെക്സ്റ്റിൽ ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇങ്ങനെ ഒരു വളരെ വൃത്തിയുള്ള, ഞാൻ വരച്ചത്ര വൃത്തിയൊന്നുമില്ല അല്ലെ. സോ ഇങ്ങനെ ഒരു സൈക്കിൾ ആയിട്ടാണ് TCA സൈക്കിൾ അഥവാ സിട്രിക് ആസിഡ് സൈക്കിൾ, ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ആണ് TCA സൈക്കിൾ അഥവാ ക്രെബ്സ് സൈക്കിൾ അഥവാ സിട്രിക് ആസിഡ് സൈക്കിൾ. ഇങ്ങനെ 3 അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന ഈ സൈക്കിൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പഠിക്കുക. ഞാൻ ഇതുവരെ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ പഠിപ്പിച്ചത് ക്ലിയർ ആയോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ മറ്റൊരു ടോപ്പിക്കിന്റെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് പോകട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ പോകട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ഇനി ഏതെങ്കിലും വീഡിയോ ആയിട്ട് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് തന്നെ അറിയിക്കുക. സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഐ ആം ഡോക്ടർ മനു. ബൈ ഫോർ നൗ.